യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെ സ്വാഗതം ചെയ്യും. ഏപ്രിൽ 25 വിശുദ്ധ മാർക്കോസ് സുവിശേഷകന്റെ തിരുനാൾ ദിവസമാണ്. മാർക്കോസ് സുവിശേഷകനെ പറ്റി പറയുന്നത് സുവിശേഷങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ട ഒരു സുവിശേഷമാണ് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷ ഭാഗം. യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ, മരണാനന്തരമുള്ള ശിഷ്യഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് വിശുദ്ധ മാർക്കോസ്. ശിഷ്യന്മാരിൽ നിന്ന് കേട്ടറിഞ്ഞ അറിവുകൾ വച്ചും ചില ചുരുളുകളിൽ നിന്നും ലഭിച്ച അറിവുകൾ വച്ചും എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുകയാണ് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം. മറ്റു ചിലർ പറയുന്നത് കാനായിലെ കല്യാണ വിരുന്നില് വെള്ളം വീഞ്ഞാക്കുന്ന സാഹചര്യത്തിൽ ആ കൽഭരണിയിലേക്ക് വെള്ളം നിറച്ച ഒരു തോഴനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ ഒരു കൽഭരണിയിൽ വെള്ളം നിറച്ച വ്യക്തികളിൽ ഒരാളാണ് മാർക്കോസ് എന്നും ചിലർ പറയപ്പെടുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ സുവിശേഷകൻ ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് രചിക്കപ്പെട്ടു. ഇന്നത്തെ സുവിശേഷ ഭാഗവും പറയുന്നത് അതുതന്നെയാണ്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുമെന്നാണ് പറഞ്ഞത്. ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ ഞാൻ എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ച് വചനം പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. മാർക്കോസ് സുവിശേഷകൻ ആ ഒരു ചിന്ത മനസ്സിൽ വച്ചുകൊണ്ട് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ യേശുവിൻ്റെ വിശ്വാസം ആഴപ്പെടുത്തി തരുന്ന രീതിയിൽ സുവിശേഷം എഴുതുകയുണ്ടായി. ആ എഴുതി വച്ചതൊന്നും ഇന്നും എന്നും നിലനിൽക്കുന്നതായി മാറുകയുണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഞാനും എൻ്റെ ഹൃദയത്തിൽ എഴുതേണ്ടിയിരിക്കുന്നു. യേശു പഠിപ്പിച്ചു തന്ന ഓരോ വചനങ്ങളും എൻ്റെ ഹൃദയത്തിലാണ് എഴുതി വയ്ക്കേണ്ടത്. എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതി വച്ചു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും സുവിശേഷമായിട്ട് മാറും. ഈ സുവിശേഷകനെ പോലെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ വിശുദ്ധ മാർക്കോസ് സുവിശേഷകനെ പോലെ വചനം എല്ലായിടങ്ങളിലും എത്തിക്കുവാനായിട്ട് ഞാനും നിങ്ങളും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. യേശുക്രിസ്തു പറഞ്ഞ അതേ വാക്കുകൾ, വചനം ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ആ ഒരു വാക്യം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് ആദ്യം എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ നമുക്ക് സുവിശേഷം കൊത്തിവയ്ക്കാം. ആ മനസ്സിലാക്കിയ ആ വചനത്തിനെ മറ്റൊരാൾക്കു കൂടെ പകർന്നു നൽകാം. ആ പകർന്നു നൽകുന്നതിലൂടെ ആരെങ്കിലും ഒരാൾ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷമായിട്ട് മാറുക. ആയതിനാൽ ഇന്നു മുതൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ഈ സുവിശേഷകന്റെ തിരുനാൾ ആഘോഷിക്കുന്ന, വിശുദ്ധ മാർക്കോസ് സുവിശേഷകന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ഒരു വ്യക്തിയെയെങ്കിലും സുവിശേഷം, ഞാൻ ഉറങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു വ്യക്തിക്കെങ്കിലും സുവിശേഷം പകർന്നു നൽകും, അല്ലായെങ്കിൽ വായിച്ചു നൽകും, അല്ലായെങ്കിൽ ഒരു എഴുത്തിലൂടെ ഞാൻ പകർന്നു നൽകും എന്നൊരു തീരുമാനമെടുക്കാം. നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.